ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 4 വ്യാഴാഴ്ച തിരളെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ബുജി ബാബുസാന സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാം ചരൺ, ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ 5 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ലോകമെമ്പാടുമായി 5 ദിവസം കൊണ്ട് 315 കോടി രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 170 കോടി 5 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 23 കോടി 1, തമിഴ്നാട്ടിൽ 4 കോടി 78, കേരളത്തിൽ 50 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 19 കോടി 6 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് ആദ്യ 5 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 217 കോടി 40 ലക്ഷം രൂപയാണ്. വിദേശത്ത് $4.82 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 46 കോടി 4 ലക്ഷം രൂപ. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമായി 263 കോടി 44 ലക്ഷം രൂപയാണ് 5 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 6-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 3,25,000 രൂപയാണ് ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 53 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 6 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി 12 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 15 കോടി റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 269 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂൺ 5 വെള്ളിയാഴ്ച തിരളത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ജയറാം, ഉർവശി, മിസ്കിൻ, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പാണ്ഡ്യരാജാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,66,000 രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 30 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 5 ദിവസം കൊണ്ട് 7 കോടി 22 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 81 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5 ലക്ഷം ഉൾപ്പെടെ 8 കോടി 38 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി 5 ദിവസം കൊണ്ട് 10 കോടി റേഞ്ചിലും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. നസ്ലിൻ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ജഗദീഷ്, ഗോപിക രമേശ്, അൽതാഫ് സലീം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 52 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 6 കോടി 68 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 5 ദിവസം കൊണ്ട് നേടിയെടുത്തത് 1 കോടി 22 ലക്ഷം രൂപയാണ്. അങ്ങനെ 7 കോടി 80 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി ആദ്യ 5 ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശത്ത് $7,23,000, അതായത് 6 കോടി 88 ലക്ഷം രൂപ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 5 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 14 കോടി 78 ലക്ഷം രൂപയാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 20-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 43,25,000 രൂപയാണ്. അങ്ങനെ 20 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 87 കോടി 17 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തിച്ചേർന്നിരിക്കുന്നത് 234 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷഹാബ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 28-ാം ദിവസമായ 4-ാമത്തെ ബുധനാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 27-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ 37 കോടി 57 ലക്ഷം രൂപയാണ് 27 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 27 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 69 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ്, സിദ്ധാർത്ഥ് ഭരതൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രത്തിന്റെ 13 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൽ ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് 32,26,000 രൂപ മാത്രമാണ്. മെയ് 28 തിയേറ്ററിലെത്തി വമ്പം പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു മലയാള സിനിമയാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 5 കോടി 74 ലക്ഷം രൂപ മാത്രമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 കോടി റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.